നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അറിവിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിവാണെന്ന നിരന്തരമുള്ള ഓർമ്മപ്പെടുത്തലാണ് മഹാത്മാഗാന്ധിജി എന്ന് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി. അറിവ് എവിടെ നിന്ന് കിട്ടാവുന്ന തലങ്ങൾ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. നിർമ്മിത ബുദ്ധിയാണോ സ്വന്തം ബുദ്ധിയാണോ വലുതെന്ന ഗവേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിവ് എവിടെ നിന്ന് എങ്ങനെ കിട്ടിയാലും എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ വ്യക്തിത്വമാണ് ഗാന്ധിജി എന്നും ഡോക്ടർ പി മുരളി പറഞ്ഞു. ഗാന്ധി ജയന്തി ദിനത്തിൽ പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവശേഷി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ബാലസമാജം അംഗങ്ങൾക്കും യുവജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച മഹാത്മാവിനെ അറിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പി മുരളി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വഴി ഒട്ടേറെ അറിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും തിരിച്ചറിവുണ്ടായാലേ ജീവിതത്തിൽ വിജയമാകൂ എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. 4 മുതൽ 7 വരെ, 8 മുതൽ +2 വരെ, ഡിഗ്രിക്ക് മുകളിൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. ഡോക്ടർ പി മുരളി, MS ദാസ് മാട്ടുമന്ത, ശ്രീകാന്ത് എന്നിവർ വിധികർത്താക്കളായി. യൂണിയൻ ഭാരവാഹികളായ R സുകേഷ് മേനോൻ, മോഹൻദാസ് പാലാട്ട്, C കരുണാകരൻ ഉണ്ണി, T മണികണ്ഠൻ, V രാജമോഹൻ, R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, K ശിവാനന്ദൻ, KP രാജഗോപാൽ, C വിപിനചന്ദ്രൻ, V ജയരാജ്, J ബേബി ശ്രീകല, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, V നളിനി, സുധ വിജയകുമാർ, വത്സല പ്രഭാകരൻ, വിജയകുമാരി വാസുദേവൻ, N സതി, സുനന്ദ ശശിധരൻ, സുനിത ശിവദാസ്, S സ്മിത എന്നിവർ പ്രസംഗിച്ചു. ഇത്തരം മത്സരങ്ങളും പരിശീലനങ്ങളും കുട്ടികളെ പ്രസംഗകലയിൽ ഏറെ പ്രാവീണ്യം ഉണ്ടാക്കാൻ ഉതകുന്നതാണെന്ന് പ്രൊഫസർ പി മുരളി പറഞ്ഞു. വിധി നിർണയത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ കഴിവുകളുള്ള കുട്ടികളാണ് ഇവരെന്നും ഇവരെ കൂടുതൽ പരിശീലിപ്പിച്ച് ധൈര്യം നൽകിയാൽ സമൂഹത്തിന് നല്ല പ്രാസംഗികരെ, ധൈര്യമുള്ള പ്രാസംഗികരെ കിട്ടുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വളരെ നല്ല കാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തന്റെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിത്യനൂതനമാക്കി മാറ്റുന്നത്. ഗാന്ധിജിയുടെ വരവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹന സമര പോരാട്ടങ്ങൾക്ക് വന്നുണർവാണ് പകർന്നത്. അക്രമവും അനീതിയും കൊള്ളിവെപ്പും എല്ലാം തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ബഹുമാനിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ആ മഹാന്റെ നാട്ടിലാണ് കട്വയിലെ 7 വയസ്സുകാരെയും ഉന്നാവിലെ 17 വയസ്സുകാരെയും ജിഷ്ടയും സ്വാമിയുമെല്ലാം കണ്ണീർ ജന്മങ്ങളായി മാറിയത്. അവിശ്വസനീയമായ ലോകത്ത് ഗാന്ധിയൻ ചിന്താഗതികളായ അഹിംസ, സത്യം, വിനയം, ശുചീകരണം എന്നിവയുടെ പ്രശസ്തി ഏറി വരികയായിരുന്നു. അദ്ദേഹം നടത്തിയ സഹന സമര പോരാട്ടങ്ങളുടെ ചിറകുകളായിരുന്നു അഹിംസ. സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ ഇരുമുഖങ്ങളായാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഹിംസ ഒന്നിനു പരിഹാരമല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെയാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഒറ്റ വെടിയിൽ അവസാനിപ്പിച്ചത്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.